അപ്പോൾ എന്നെ എന്നെ അർപ്പിച്ചിട്ടുള്ള ഇവിടെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ്. അതിലൂടെ തന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു മോട്ടിവേഷൻ അല്ല, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പോയിന്റ്സും പറഞ്ഞ് നമ്മൾ ഇസ്ലാമികപരമായിട്ട് എങ്ങനെ ഈ ലോകത്തിലും ഇത് കഴിഞ്ഞിട്ടുള്ള പരലോകത്തും എങ്ങനെ വിജയിക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ക്ലാസ് എടുക്കുക എന്നതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. മാഷാഅല്ലാഹ്, ഞാൻ ഫാത്തിമ മിൻഹ ഇപ്പോൾ 10th കഴിഞ്ഞു, റിസൾട്ട് കഴിഞ്ഞു, ഇനി +1 വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ മോട്ടിവേഷൻ ക്ലാസ്സസ് എടുക്കാറുണ്ട്. ഇസ്ലാമികപരമായിട്ടും അല്ലാതെയും സ്റ്റുഡൻസിന് മോട്ടിവേഷൻ സെഷൻസ് എടുക്കാറുണ്ട്. എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാനൊരു ഇസ്ലാമിക സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ തന്നെ ഖിറാത്ത്, ഖുറാന്, ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചു വളർന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു മുസ്ലിം പെൺകുട്ടി ഈ ലോകത്ത് അറിയപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പണ്ട് മുതലേ അങ്ങനൊരു മനസ്സ് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങിയത് തന്നെ. ഒരു നല്ല മുസ്ലിം പെൺകുട്ടി ലോകത്ത് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന, ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾക്ക് ഒരു റോൾ മോഡലായി തീരാൻ പറ്റുന്ന എന്നൊരു തരത്തിലുള്ള ഒരു തോട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, എല്ലാ ടീച്ചേഴ്സും വന്ന് ചോദിക്കാറുണ്ട്, മക്കളെ നിങ്ങൾക്ക് വലുതായിട്ട് എന്താവാനാണ് ആഗ്രഹം, നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊരാളുടെ പേപ്പർ നോക്കുന്ന പോലെ ഞാൻ മറ്റൊരാളുടെ പേപ്പർ നോക്കിയപ്പോൾ അവിടെ അവരുടെ ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ട്, ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്, എഞ്ചിനീയർ എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കിടെക്ചർ, ഇങ്ങനെ പലതരത്തിൽ എഴുതിയ കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഇതൊന്നും വേണ്ട, എനിക്ക് ഡോക്ടർ ആവണ്ട, എഞ്ചിനീയർ ആവണ്ട, ടീച്ചർ ആവണ്ട, എനിക്ക് ഇതൊന്നും എൻ്റെ മൈൻഡിക്ക് വരുന്നേ ഇല്ല. എൻ്റെ മനസ്സിലുള്ളത് എനിക്കൊരു പബ്ലിക് സ്പീക്കർ ആകണം, ആളുകളെ സംവദിക്കണം, ആളുകളായിട്ട് സംസാരിക്കണം, ക്ലാസ്സസ് എടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. പക്ഷെ അതിന് ഒരു കരിയർ ഉണ്ടോ അതോ അതൊരു എഴുതാൻ പറ്റിയൊരു സംഭവമാണ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പേപ്പറും പെന്നും എടുത്ത് എനിക്കൊരു പുസ്തകം വരച്ചു. ഒരു പുസ്തകം എടുത്തിട്ട് വരച്ച് ഞാൻ എന്താ വരച്ചതെന്ന് വെച്ചാൽ ഒരു പ്രസംഗപീഠത്തിലൊരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി തട്ടവിട്ടോട് സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ടീച്ചർ ആശ്ചര്യപ്പെട്ടു പോയി. ടീച്ചർ വീട്ടിലെത്തി ഉമ്മാക്ക് വിളിച്ചു. ഉമ്മയടുത്ത് പറഞ്ഞു, മകൾ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്, ഇതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു ഉമ്മാൻ്റെ അടുത്ത്. അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മിൻഹ നീ ഇങ്ങനെയാണോ വരച്ചിട്ടുള്ളത്, എന്താ നിന്റെ ഉദ്ദേശം, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, പ്രസംഗിക്കാനാണോ, ആളുകളായിട്ട് പ്രസംഗിച്ച് അതിന് നിനക്കൊരു ജോബായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഉമ്മ എനിക്ക് ആളുകളായിട്ട് സംവദിക്കണം, ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് നോളജ് കൊടുക്കണം, ഒരുപാട് കുട്ടികൾ വളർത്തിക്കൊണ്ടുവരണം, ഈ ലോകത്ത് തന്നെ മുസ്ലിം പെൺകുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളായിരുന്നു ഉമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് തുടങ്ങി. പിന്നീട് ലോക്ക്ഡൗൺ ആയി. ലോക്ക്ഡൗൺ സമയത്തായിരുന്നു എനിക്കെന്തോ നിധി കിട്ടിയ പോലെയായിരുന്നു. കാരണം എല്ലാവരും വീട്ടിലായി, ഫോണിലായി, എല്ലാവർക്കും സെൽഫോണായി, ഓൺലൈൻ ക്ലാസ് ആയി. ഓൺലൈൻ ക്ലാസ്സിന്റെ പേരിലാണല്ലോ നമ്മൾ ഫോൺ എടുക്കുന്നത്. മാഷാഅല്ലാഹ്, അപ്പോൾ സമയത്ത് എനിക്ക് തോന്നിയൊരു തോട്ടായിരുന്നു, ഇൻസ്റ്റഗ്രാം വഴി മോട്ടിവേഷണൽ കോണ്ടന്റ്സ് ഇടണം, ക്ലാസ്സസ് എടുക്കണം എന്നുള്ള തരത്തിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ